വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ കുറെ നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ച് ഗ്യാപ്പ് വന്നു. അതൊക്കെ മാറ്റിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇവളുടെ വട്ടൊക്കെ മാറ്റി ഞങ്ങൾ വീടൊക്കെ മാറി ആ ഒരു തിരക്കും പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഇടാഞ്ഞത്. ഇനിയും പ്രതീക്ഷിക്കാം. ഞങ്ങൾ പഴയ പോലെ തന്നെ വെറുപ്പീരുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ എന്താ പറയാ, രണ്ടുപേരെ കുറുമ്പൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ 2 കുഞ്ഞുങ്ങളും കൂടി ഉണ്ടാവും ഇനി ഇടയില്. അപ്പൊ ഞങ്ങള് കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അപ്പൊ ഇപ്പോഴാണ് അതിനുള്ള സമയം വന്നത്. ഇനിയും കണ്ടിന്യൂസ് വീഡിയോസ് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. പഴയതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ട് ഞങ്ങളെ കുറച്ച് പേര് അറിയാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങള് പുറത്തൊക്കെ പോകുമ്പോ ഞങ്ങളോട് വന്ന് ചോദിക്കും, ഇങ്ങനെ വീഡിയോ ഇടുന്ന ആളല്ലേ. ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടെ വന്നു പോയായിരുന്നു. അത് കാരണം ഞങ്ങക്ക് കൊറേ ബുദ്ധിമുട്ടായോണ്ടാണ് ഞങ്ങള് വീഡിയോസ് ഇടാഞ്ഞ്. പക്ഷെ ഇനി എല്ലാ പണ്ടത്തെ പോലെ വീഡിയോസ് ആയിട്ട് വരും. അതിൽ ഈ കുഞ്ഞുമക്കളും എല്ലാരും ഉണ്ടാവും. അപ്പോ നമ്മൾ വീണ്ടും അങ്ങനെ വീഡിയോസിലേക്ക് വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. വീണ്ടും പണ്ടത്തെ ആ സപ്പോർട്ട് തരണം ഞങ്ങൾക്ക്. അതെ, അതേപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് പഴയതുപോലെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. പഴയ വീഡിയോയുടെ കുറച്ച് കണ്ടിന്യൂഷൻ ഒക്കെ കാണും ഈ ഗുജറാത്തി നാത്തൂന് അതൊക്കെ ബേസ് ചെയ്തിട്ട്. അപ്പോ പഴയ സ്നേഹം തന്നെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ആണ് ഞങ്ങളുടെ വേറൊരാള് വീഡിയോയിലത്തെ മെയിൻ ആള്. പിന്നെ രണ്ടാമത്തെ മെയിൻ ക്യാരക്ടർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മ ഇപ്പൊ ജോലിക്ക് പോയേക്കാണ്. അമ്മ വരും. എന്നാലും പഴയ പോലെ അമ്മ ആവുമെന്നറിയില്ല. എന്നാലും അമ്മയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങള് വീഡിയോസ് ഇടും. പിന്നെ എന്താ പറയാ, അതേപോലെ തന്നെ എന്റെ ഇടയ്ക്ക് ഇവക്ക് വയ്യാതെ കുറെ നാള് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോ ഹെൽത്ത് ഓക്കെ ആയിട്ടില്ല, എങ്കിലും കുറച്ച് ബെറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇനി വീഡിയോസ് ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് നാളത്തേക്ക് വേണ്ടെന്ന് വെച്ചേക്കാണ്, മോള് വളരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നെ ഇവറ്റങ്ങളൊക്കെ വെച്ച് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ടാസ്ക് ആണ്. ഇപ്പൊ തന്നെ ഇത് കുറെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പൊ എത്ര നേരം കൊണ്ട് എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ ഈ ഒരു വീഡിയോസ്. എന്തായാലും വീഡിയോസ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക് യു.